നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തേങ്ങ ചേർക്കാതെ ഗ്രീൻ പീസ് കറി വയ്ക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. 1/4 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ 2 ചെറിയ ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഒരു 3 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് തനിയെ വേണമെങ്കിൽ നമുക്കിങ്ങനെ കറി വയ്ക്കാം. ഈ കറിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഈ 3 എന്നുള്ള അളവ് നിങ്ങൾക്കൊരു 4ഓ 5ഓ ഒക്കെ ആയിട്ട് എരിവിനനുസരിച്ച് കൂട്ടാവുന്നതേ ഉള്ളൂ. ഗ്രീൻ പീസും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും പച്ചമുളകും ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി ഉടഞ്ഞു പോകാതെ ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാൻ വയ്ക്കാം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിപ്പൊടിയും വറുത്തു പൊടിച്ചു വെച്ച് പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് മൂടി പൊതിഞ്ഞ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളും ഗ്രീൻ പീസും എല്ലാം ചേർക്കാം. കൂടെ ചാറിന് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചേർത്തപ്പം ഈ കറിയുടെ എരിവ് ഒരു മീഡിയം ലെവലിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരുപാട് ചേർക്കണ്ട, കറിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. ഒരു ഇച്ചിരി മതി. തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.